സീറോ മലബാർ സഭയിലെ നേതൃത്വത്തിലിരിക്കുന്ന മെത്രാന്മാരാണ് സഭയിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് വിശ്വാസികൾ തന്നെ പറയുന്ന കാര്യം. അർഹിക്കാത്ത സ്ഥാനം വീണ് കിട്ടിയപ്പോൾ അന്ധത ബാധിച്ച് മേജർ ആർച്ച് ബിഷപ്പ് അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുട പിടിക്കും എന്ന് തെളിയിച്ച പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ അന്തം വിട്ടു നിന്ന് കുന്തം വിഴുങ്ങിയ ഒരു സഭാ തലവനാണ് എന്ന് ഒരു വിശ്വാസി പങ്കുവച്ചിരിക്കുന്ന കാര്യം. തിരുസഭ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാതെ പെട്ടിയും താക്കോലും കള്ളനെ ഏൽപ്പിച്ച് ഊരു ചുറ്റാൻ ഇറങ്ങി പുറപ്പെട്ട സാഹസികൻ. 2 വർഷമായിട്ടും സ്വന്തം ആസ്ഥാന ദേവാലയത്തിൽ സഭ കൽപ്പിച്ച ദിവ്യബലി ഒരിക്കൽ പോലും അർപ്പിക്കുവാനോ ഇടയന് ചേർന്ന വിനയത്തോടെ കുഞ്ഞാടുകൾക്ക് മുഖദർശനം നൽകുവാനോ പോലും മനസ്സില്ലാതെ ഓടി നടക്കുന്ന സാഹസികൻ. വിദേശ സന്ദർശനങ്ങളും വിമാനയാത്രയും അമേരിക്കൻ ഭക്ഷണവും തുടങ്ങി പലതും സ്വന്തം ബലഹീനതകളാണ് എന്ന് തുറന്നു പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇദ്ദേഹത്തിന്റെ മറ്റു പല ബലഹീനതകളും പറയാതെ പറയപ്പെട്ടു. സീറോ മലബാർ സഭ വിശ്വാസികൾ ഇദ്ദേഹത്തെ ഓർത്ത് ലജ്ജിച്ച് തല താഴ്ത്തുന്നു എന്നാണ് പരക്കെ കേൾക്കുന്ന ആക്ഷേപം തന്നെ. അതുപോലെ രണ്ടാമൻ മാർപ്പാമ്പ്ലാനി പെട്ടിയും താക്കോലും പിടിച്ചു വാങ്ങി കൊള്ളക്കാരെയൊക്കെ ചേർത്ത് നിർത്തി സീറോ മലബാർ സഭയുടെ സ്വത്തും സമ്പത്തും കൊള്ളയടിക്കാൻ കൂട്ടുനിൽക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയാണ് എന്നാണ് മറ്റൊരു ആക്ഷേപം. കണ്ണൂർ ഗുണ്ട എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഭീരു 70-ലധികം കേസുകളിൽ നിയമ നടപടി നേരിട്ടു എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെടുകയാണ്. സ്വന്തം സഹോദരപുത്രൻ കൊലപാതക കേസിൽ ഉൾപ്പെടെ പ്രതിയാണ് എന്നുള്ള വാർത്തകൾ വരുമ്പോൾ മേൽപ്പറഞ്ഞ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ ശരിയാകാം എന്നുള്ള യുക്തിക്ക് ശക്തി കൂടുകയാണ്. ജാതിയാലുള്ളത് തൂത്താൽ പോകില്ല. വിമതരെന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം വൈദിക തൊഴിലാളികളും സഭാദ്രോഹികളും വിധ്വംസക ശക്തികളെ കൂട്ടുപിടിച്ച് ആഗോള കത്തോലിക്ക സഭയിൽ നിന്ന് സീറോ മലബാർ സഭയെ അടർത്തി മാറ്റി കത്തോലിക്ക സഭയെ ദുർബലപ്പെടുത്താനും ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുവാനുമുള്ള അവരുടെ ഗൂഢ പദ്ധതികൾക്ക് കൂട്ടുനിൽക്കുന്ന യൂദാസാവുകയാണ് ഈ മെത്രാൻ എന്ന വേദനയോടെ മറ്റൊരു വിശ്വാസി പങ്കുവച്ചിരിക്കുകയാണ്. ഇക്കൂട്ടരെ തള്ളിപ്പറഞ്ഞ് സഭയുടെ കൽപ്പനകൾ കർശനമായി നടപ്പാക്കുക വഴി ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് ചങ്കുറപ്പോടെ മാർപ്പാമ്പ്ലാനിക്ക് പറയാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇദ്ദേഹം നിർലജ്ജം അവരെയൊക്കെ ചേർത്ത് പിടിച്ച് അവരുടെ ഭീഷണികൾക്കും പ്രലോഭനങ്ങൾക്കും വഴങ്ങി സഭയെ നാശത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയാണ്. സീറോ മലബാർ സഭ വിശ്വാസി സമൂഹം ഇദ്ദേഹത്തെ ഓർത്ത് ലജ്ജിച്ച് തല താഴ്ത്തുന്നുവെന്നും വിശ്വാസികൾ ആണയിട്ട് പറയുകയാണ്.